മലയാള സിനിമയിലെ വിവാദ നടനായ വിനായകൻ വീണ്ടും സോഷ്യൽ മീഡിയയിലെ തന്റെ പെരുമാറ്റത്താൽ വലിയ ചർച്ചകൾക്കിടയിലാവുകയാണ്. ഫേസ്ബുക്ക് വഴി നിരന്തരം പ്രമുഖർക്കെതിരെ അശ്ലീലവും അധിക്ഷേപകരവുമായ പരാമർശങ്ങൾ നടത്തുന്നതിനെതിരെ കോൺഗ്രസ് നേതാക്കൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കടുത്ത ഭാഷയിലാണ് വിനായകനെ വിമർശിച്ചത്. വിനായകൻ ഒരു പൊതുശല്യമാണ്, കലാകാരന്മാർക്ക് അപമാനമായി മാറിയിരിക്കുകയാണ്, ഇദ്ദേഹത്തെ സർക്കാർ പിടിച്ചുകൊണ്ടുപോയി ചികിത്സ നൽകണമെന്നാണ് ഷിയാസ് വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞത്. ലഹരി വ്യാപനത്തിനെതിരെ നടത്താനിരിക്കുന്ന വാക്കത്തോൺ സംബന്ധിച്ച് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഷിയാസ് വിനായകന്റെ പ്രവൃത്തികളെക്കുറിച്ച് പ്രതികരിച്ചത്. എല്ലാത്തിനും പിന്നിൽ ലഹരിയാണ്. വേടൻ ലഹരി കേസിൽ കുടുങ്ങിയപ്പോൾ തെറ്റ് സമ്മതിച്ചിരുന്നു. എന്നാൽ സിനിമാ മേഖലയിലെ പലരും തെറ്റുകൾ സമ്മതിക്കാൻ പോലും തയ്യാറല്ല. വിനായകൻ പോലുള്ള പൊതുശല്യങ്ങളെ സർക്കാർ തന്നെ ചികിത്സ നൽകേണ്ടതാണ്, അല്ലെങ്കിൽ പൊതുജനം തെരുവിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വരുമെന്ന് ഷിയാസ് മുന്നറിയിപ്പ് നൽകി. ഷിയാസ് കുറ്റപ്പെടുത്തി പറഞ്ഞത്, എല്ലാവരോടും ചീത്ത പറഞ്ഞിട്ട് പിന്നാലെ സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു ദിവസം അടൂർ ഗോപാലകൃഷ്ണനെയും ഗായകൻ KJ യേശുദാസിനെയും അധിക്ഷേപിക്കുന്ന പോസ്റ്റ് ഇടുന്നു, പിന്നെ മറ്റന്നാൾ ക്ഷമ ചോദിക്കുന്നു. എന്നാൽ പിന്നാലെ വീണ്ടും മാധ്യമപ്രവർത്തകരെ അവഹേളിക്കുന്ന മറ്റൊരു പോസ്റ്റ് ഇടുന്നു. ഇത് ആവർത്തിച്ച് നടക്കുകയാണ്. വിനായകന്റെ പെരുമാറ്റം ഒരു കലാകാരന്റേതായി കാണാനാകില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു വിനായകൻ മലയാള സിനിമയുടെ വിഖ്യാത സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെയും സംഗീതത്തിന്റെ പ്രതിഭാസമായ KJ യേശുദാസിനെയും ലക്ഷ്യമിട്ട് ഫേസ്ബുക്കിൽ അവമാനകരമായ പോസ്റ്റുകൾ ഇട്ടത്. അടൂർ ഗോപാലകൃഷ്ണൻ സിനിമാ കോൺക്ലേവിൽ ദളിത് വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കുമെതിരെ നടത്തിയതായി ആരോപിക്കപ്പെട്ട പ്രസ്താവനയെക്കുറിച്ച് പ്രതികരിക്കുമെന്ന നിലയിലാണ് വിനായകന്റെ പോസ്റ്റ് വന്നത്. എന്നാൽ അത് വ്യക്തിപരമായ ആക്രമണങ്ങൾക്കും അശ്ലീല പരാമർശങ്ങൾക്കും ഇടം കൊടുത്തതോടെ വിമർശനമുയർന്നു. ഗായകൻ യേശുദാസിനെതിരെയും വിനായകൻ അതേ രീതിയിൽ അശ്ലീല ഭാഷയിൽ പരാമർശിച്ചതോടെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു. വിവാദ പോസ്റ്റുകൾക്ക് ശേഷം കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് NS നുസൂർ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. പരാതിയിൽ പറയുന്നത്, വിനായകൻ നിരന്തരം പ്രമുഖരെ അപമാനിക്കുകയും സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുകയും ചെയ്യുന്നു. അവഹേളനപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് പതിവായിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ വിനായകന്റെ കാര്യത്തിൽ ശക്തമായ നടപടികൾ വേണം. കൂടാതെ അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യ നില പരിശോധിക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വിമർശനങ്ങൾ ശക്തമായതിനെ തുടർന്ന് വിനായകൻ യേശുദാസിനെയും അടൂരിനെയും കുറിച്ചുള്ള വിവാദ പോസ്റ്റുകൾ പിൻവലിക്കുകയും എല്ലാവരോടും ക്ഷമ ചോദിക്കുന്ന മറ്റൊരു പോസ്റ്റ് ഇടുകയും ചെയ്തു. എന്നാൽ അതിനു പിന്നാലെ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിട്ട് വീണ്ടും അപമാനകരമായ ഭാഷയിൽ പോസ്റ്റ് ഇട്ടു. ഇതോടെ വിനായകൻ വിവാദങ്ങളിൽ നിന്ന് മാറാൻ തയ്യാറല്ലെന്ന നിലപാട് സമൂഹത്തിൽ ഉറപ്പിച്ചു. പൊതുജന പ്രതികരണവും സോഷ്യൽ മീഡിയ ചർച്ചകളും വിനായകന്റെ പരാമർശങ്ങൾക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. കലാലോകത്തുള്ള സഹപ്രവർത്തകരിൽ ചിലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഒരു കലാകാരൻ സമൂഹത്തിന് മാതൃകയായിരിക്കണം. വ്യക്തിപരമായ വിരോധങ്ങൾ അശ്ലീല ഭാഷയിൽ പ്രകടിപ്പിക്കുന്നത് കലയുടെ പ്രതിഷ്ഠയെ തന്നെ കളങ്കപ്പെടുത്തുന്നു. വിനായകൻ ആവർത്തിച്ച് ക്ഷമ ചോദിച്ചുവെങ്കിലും അതിനു പിന്നാലെ വീണ്ടും അതേ രീതിയിൽ തന്നെ പെരുമാറുന്നത് എന്തിനെന്ന് ചിലർ ചോദിച്ചു. ഇതിനെതിരെ ചില ആരാധകർ വിനായകനെ പിന്തുണച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം തുറന്നു പറയുന്ന വ്യക്തിയാണ്, ചിലപ്പോൾ ഭാഷ കടുപ്പമാകാം, പക്ഷേ അത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് എന്നാണ് ചിലരുടെ വാദം. ഇത് വിനായകൻ ആദ്യമായി വിവാദത്തിൽപ്പെടുന്നതല്ല. മുമ്പും നിരവധി അവസരങ്ങളിൽ അദ്ദേഹത്തിന്റെ തുറന്ന പ്രതികരണങ്ങൾ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. സാമൂഹിക വിഷയങ്ങളിലോ രാഷ്ട്രീയ വിഷയങ്ങളിലോ അദ്ദേഹം പരസ്യമായി കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്നത് പതിവാണ്. മുമ്പ് ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട കേസിലും വിനായകന്റെ പേര് വന്നിരുന്നു. അന്ന് അദ്ദേഹം തെറ്റ് സമ്മതിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴത്തെ പെരുമാറ്റം ആ വാഗ്ദാനം നിലനിർത്താൻ അദ്ദേഹം പരാജയപ്പെട്ടുവെന്ന് വിമർശകർ പറയുന്നു. കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ് വിനായകന്റെ പ്രവർത്തനങ്ങളെ പൊതുശല്യമെന്ന് വിശേഷിപ്പിച്ചത് വിവാദം കൂടുതൽ ചൂടേറിയതാക്കി. സിനിമാ മേഖലയുടെ പ്രതിഷ്ഠ കാത്തുസൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ് വിനായകൻ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കലാകാരന്മാർക്ക് തന്നെ അപമാനമായി മാറുകയാണ്. ഇദ്ദേഹത്തെ സർക്കാർ പിടിച്ചുകൊണ്ടുപോയി ചികിത്സ നൽകണം, ഇല്ലെങ്കിൽ പൊതുജനങ്ങൾ തെരുവിൽ തന്നെ പ്രതികരിക്കേണ്ടി വരുമെന്ന് ഷിയാസ് മുന്നറിയിപ്പ് നൽകി. വിനായകനെതിരെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും നൽകിയ പരാതികൾക്ക് അടിസ്ഥാനമായി പോലീസ് നടപടി സ്വീകരിക്കുമോ എന്നത് ഇപ്പോൾ വലിയ ചർച്ചയാണ്. നിയമപരമായി സമൂഹ മാധ്യമങ്ങളിൽ അപമാനകരമായ അശ്ലീലപരമായ പരാമർശങ്ങൾ ഇടുന്നത് IT ആക്ട് IPC വകുപ്പുകൾ പ്രകാരം ശിക്ഷാർഹമാണ്. മാനസികാരോഗ്യ പരിശോധന സംബന്ധിച്ച ആവശ്യവും അധികൃതർ ഗൗരവമായി പരിഗണിക്കുമോ എന്നതും കാത്തിരിക്കുകയാണ്.